ക്ലിനിക്കൽ ട്രയൽസ് നടത്താത്ത ജനറിക് മരുന്നുകളും ക്ലിനിക്കൽ ട്രയൽസ് നടത്തുന്ന ബ്രാൻഡഡ് മരുന്നുകളും തമ്മിലുള്ള എഫിക്കസി സെയിം ആണോ? ഡോക്ടർമാർ പനിന്ന് ആലോചിക്കുമ്പോൾ ഡോളോ എന്ന് തലേ പറഞ്ഞു. അതിന് ഇവർക്ക് പൈസ മുടക്കുണ്ട്. അതായത് മാർക്കറ്റിംഗ്, പ്രൊമോഷൻ, അഡ്വർടൈസ്മെന്റ്സ് എല്ലാം വരും. അവിടെയാണ് ഇതിന് പ്രൈസ് കൂടുന്നത്. ഈ ജനറിക്കിന് ഇപ്പോൾ ജനൌഷധി ഇരിക്കുന്ന മരുന്നോ ഗവൺമെന്റിന്റെ ഫാർമസി ഇരിക്കുന്ന മരുന്നോ ആരെ പ്രൊമോഷൻ, അഡ്വർടൈസ്മെന്റ്സും പോസ്റ്റ് അടിക്കുന്ന ആരടിക്കുന്നില്ലല്ലോ. അപ്പോൾ അത്രയും കോസ്റ്റ് അവിടെ കുറയാണ്. അപ്പോൾ അവർക്ക് ജസ്റ്റ് മാനുഫാക്ചറിങ്ങിന്റെ കോസ്റ്റ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഇതിലുള്ള ഒറിജിനൽ മെഡിസിൻ കണ്ടന്റ് എന്ന് പറയുന്ന സാധനം ഇപ്പം ഇവർ പറയുന്നതിന്റെ ബെറ്റർ ബൈൻഡിങ് ഏജൻസ് ആയിരിക്കാം, ബെറ്റർ മറ്റേ ദഹിക്കാനുള്ള കോട്ടിങ്ങിന്റെ പൈസ ആയിരിക്കാം. ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് സെയിം ആണ്. ഡോക്ടർ സിറിയക് ആബി ഫിലിപ്സും അദ്ദേഹത്തിന്റെ സംഘവും ചേർന്ന് ഇന്ത്യയിലെ ബ്രാൻഡഡ് ജനറിക് ജനൌഷധി കടകളിൽ നിന്ന് 131 മരുന്ന് സാമ്പിളുകൾ ശേഖരിച്ച് NABL അംഗീകൃത ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. പരിശോധിച്ച എല്ലാ ജനറിക് ബ്രാൻഡഡ് മരുന്നുകളും ഇന്ത്യൻ ഫാർമക്കോപ്പിയ അനുശാസിക്കുന്ന ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിച്ചു. ജനറിക് മരുന്നുകളിലും ബ്രാൻഡഡ് മരുന്നുകളിലും അടങ്ങിയിരിക്കുന്ന പ്രധാന രാസഘടകത്തിന്റെ അളവ്, ശരീരത്തിൽ ലയിക്കാനുള്ള ശേഷി, ഗുളികകളുടെ ഭാരത്തിലെ കൃത്യത എന്നിവയിൽ യാതൊരു വ്യത്യാസവും കണ്ടില്ല. അവര് നടത്തിയത് ക്ലിനിക്കൽ എഫിക്കസി അല്ലെങ്കിൽ ഫലപ്രാപ്തി ടെസ്റ്റ് അല്ല. ഇത് മനുഷ്യരിൽ നടത്തുന്ന ക്ലിനിക്കൽ ട്രയലും അല്ല. അവര് നടത്തിയത് ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ വില കൂടിയ ബ്രാൻഡഡ് മരുന്ന് പൂർണ്ണമായും തട്ടിപ്പ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു പുതിയ മരുന്ന് ആദ്യമായി വികസിപ്പിക്കുന്ന കമ്പനിക്ക് ഗവേഷണത്തിന് വർഷങ്ങൾ നീളുന്ന ക്ലിനിക്കൽ ട്രയലിനും വലിയ തുക ചിലവാകുന്നു. കൂടാതെ ബ്രാൻഡിംഗ്, പരസ്യം, വിതരണ ശൃംഖല, ഡോക്ടർമാർക്കുള്ള പ്രൊമോഷനുകൾ എന്നിവയും ബ്രാൻഡഡ് മരുന്നുകളുടെ വില വർദ്ധിപ്പിക്കുന്നു. പേറ്റന്റ് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ മറ്റു കമ്പനികൾ ഉണ്ടാക്കുമ്പോൾ, അതായത് ജനറിക് മെഡിസിൻസ് ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഗവേഷണ ചെലവുകളില്ല. അതിനാൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാം. ചുരുക്കത്തിൽ രോഗം മാറ്റാനുള്ള കഴിവ് അല്ലെങ്കിൽ എഫിക്കസി എന്നത് മരുന്നിലെ കെമിക്കൽ മോളിക്യൂൾസിന്റെ ഗുണമാണ്. ജനറിക് മരുന്നിൽ അതേ മോളിക്യൂൾസ് തന്നെ ഉള്ളതുകൊണ്ടും അത് ബ്രാൻഡഡിന് തുല്യമായി രക്തത്തിൽ കലരുന്നു എന്ന് ബയോ ഈക്വലൻസ് വഴി തെളിയിക്കുന്നത് കൊണ്ടും അവയുടെ ഫലപ്രാപ്തി താരതമ്യം ചെയ്യാനും ഉറപ്പുവരുത്താനും സാധിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.